Hi all, welcome to Competitive Cracker. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് LDC കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങളെല്ലാം LDC പ്രിപ്പറേഷൻ തകൃതിയായിട്ട് നടത്തുവാണെന്ന് അറിയാം. അപ്പോൾ ഈ 2023-24 വർഷത്തിൽ കെമിസ്ട്രി ബേസ്ഡ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളൊന്ന് ഒറ്റ ഇരിപ്പിൽ നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അറിയാം സ്ഥിരം ടോപ്പിക്ക് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് വരുന്ന സ്ഥിരം ടോപ്പിക്ക് ഏതൊക്കെയാണെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. അപ്പോൾ നിങ്ങളെല്ലാവരും LDCക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ജില്ലകളിലെ എക്സാം ഡേറ്റ് വന്നു, അതുപോലെ തന്നെ എക്സാം മന്ത് ഏതാണെന്നൊക്കെ അറിഞ്ഞു. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുവാണ്. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് LDCയുടെ മോക്ക് ടെസ്റ്റ് എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ജൂലൈ 13 പാലക്കാട് വെച്ചിട്ട് LDCയുടെ മോക്ക് ടെസ്റ്റ് അതായത് ഓഫ്ലൈൻ എക്സാം നടത്തപ്പെടുകയാണ്. അപ്പോൾ ഈ എക്സാമിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് PSC എക്സാം എങ്ങനെയാണോ എഴുതുന്നത് അതേ രീതിയിലാണ് നമ്മൾ ഈ എക്സാം നിങ്ങൾക്കായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈമും വെച്ച് ഒരു സ്കൂളിലെ മറ്റുള്ളവരോട് കൂടെ ചേർന്ന് എഴുതുമ്പോഴാണ് നിങ്ങൾ എത്രമാത്രം ടെൻഷനിൽ എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പഠന നിലവാരം അറിയാനായിട്ടും സാധിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങനെയാണ് നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണ് പോകുന്നത് അല്ലെങ്കിൽ എവിടെയാണ് മാർക്ക് കുറയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് അത് നികത്താനുള്ള ഒരു സമയമുണ്ട്. അതുകൊണ്ട് ഇനിയും മോക്ക് ടെസ്റ്റ് എഴുതാനായിട്ട് ആഗ്രഹമുള്ളവര് എത്രയും വേഗം 100 രൂപയുടെ ഒരു രജിസ്ട്രേഷൻ ഫീസും അടച്ചിട്ട് നമ്മുടെ ലിങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം എഴുതാനായിട്ട് പറ്റും. അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ വെറുതെ ഒരു എക്സാം എഴുതിയിട്ട് കാര്യമില്ല അല്ലെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു 2023 തൊട്ടുള്ള LDC അതുപോലെ തന്നെ ജനറൽ PSCയുടെ ഒക്കെ എക്സാംസ് റെഫർ ചെയ്തിട്ട് PSCയുടെ ട്രെൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്കായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് സിലബസ് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പാലിച്ചുകൊണ്ടാണ് ഈ എക്സാം നിങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം എത്രയും വേഗം LDC എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവര്, അതിനു മുമ്പ് ഒരു മോക്ക് ടെസ്റ്റ് എഴുതാൻ താല്പര്യമുള്ളവര് എത്രയും വേഗം രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ CO2, CO, SO2, മീഥെയ്ൻ ആണ്. രണ്ടാമത്തത് CO2, മീഥെയ്ൻ, CFC, N2O ആണ്. മൂന്നാമത്തത് മീഥെയ്ൻ, CO, CFC, CO2 ആണ്. നാലാമത്തത് CO2, SO2, CO, N2O ആണ്. അപ്പൊ ഏതൊക്കെയാണ് ഹരിതഗ്രഹ വാതകം എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ ഇതിന് ആൻസർ എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അല്ലെ, ഒരു അന്തരീക്ഷ താപനില ഒരു നിശ്ചിത അളവിൽ ക്രമപ്പെടുത്തുന്നതാണ് ഹരിതഗ്രഹ വാതകങ്ങൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഹരിതഗ്രഹ വാതകങ്ങളിൽ ഏതൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥെയ്ൻ ഉണ്ട്, CFC ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നൈട്രസ് ഓക്സൈഡ് ഉണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് വാട്ടർ വേപ്പറും. ഏതാണ് വാട്ടർ വേപ്പറും. അപ്പൊ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹരിതഗ്രഹ വാതകങ്ങളിൽ വരുന്നത്. പഠിച്ചു വെക്കുക. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ ഉണ്ട്, CFC ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ഏതാണ് വാട്ടർ വേപ്പറും ഉണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻ നോക്കിയാൽ അറിയാം അതിൽ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ വരുന്നുണ്ട്. കാർബൺ മോണോക്സൈഡ് വരുന്നുണ്ട്, സൾഫർ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഏതിൽ ഉൾപ്പെട്ടിട്ടില്ല? ഹരിതഗ്രഹ വാതകത്തില് ഉൾപ്പെട്ടതല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. മെയിൻ ആയിട്ടുള്ള ഹരിതഗ്രഹ വാതകങ്ങളെ പഠിച്ചു വെക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് 2024 വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ പറയുന്നത്. ഇനി അടുത്തത് നോക്കുക.
താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഫീനോൾ ഉണ്ട്, ക്ലോറോഫോം ഉണ്ട്, പെന്റനോൾ ഉണ്ട്, എഥിലീൻ ഗ്ലൈക്കോൾ ഉണ്ട്. അപ്പൊ ഇതില് പാർഷ്യലി ഡിസോൾവ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പെന്റനോൾ ആണ്. ബാക്കി ഫീനോൾ ആണെങ്കിൽ മോഡറേറ്റ് ആയിട്ട് ജലത്തിൽ ലയിക്കുന്നതും അതുപോലെ എഥിലീൻ ഗ്ലൈക്കോൾ ആണെങ്കിൽ നല്ല രീതിയിൽ ജലത്തിൽ ലയിക്കുന്നതുമാണ്. ജലവുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നതാണ്. അതേ സമയത്ത് ക്ലോറോഫോം ആണെങ്കിൽ ജലത്തിൽ ഒട്ടും ലയിക്കുന്നതുമല്ല. പിന്നെ പാർഷ്യലി ലയിക്കുന്നതായിട്ടുള്ള സംയുക്തം എന്ന് പറയുന്നത് ഏതാണ്? പെന്റനോൾ ആണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക, ഏതാണ്? പെന്റനോൾ ആണ്. ഇനി അടുത്തത് നോക്കുക. കാർബൺ ഡയോക്സൈഡ് വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 30.98 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കാൻ സാധിക്കുകയുള്ളൂ. ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് എന്ന് പറയുന്നത് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്തത് ഓപ്ഷൻ ഡി 30.98 ഡിഗ്രി സെൽഷ്യസ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ കുറെ സമയം പോകും അല്ലെ. അപ്പൊ നോക്കുക, ഇങ്ങനത്തെയൊക്കെയുള്ള ടേംസ് നമുക്ക് അത്യാവശ്യം പരിചിതമായിരിക്കണം. അതായത് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ക്രിട്ടിക്കൽ താപനിലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കാർബൺ ഡയോക്സൈഡിന്റെ ക്രിട്ടിക്കൽ താപനില എന്ന് പറയുന്നത് എത്രയാണ്? 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്തുകൊണ്ട് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഉയർന്ന ഊഷ്മാവാണ് ഏത് എന്ന് പറയുന്നത്? 30.98 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത്. അപ്പം ഇതിനേക്കാളും കൂടുതലാണെങ്കിൽ എന്താണ്? അത് ഒരിക്കലും ദ്രാവകമാക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ദ്രാവകമാക്കാൻ പറ്റുന്ന ഒരു മാക്സിമം ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ് ഏത് എന്ന് പറയുന്നത്? കാർബൺ ഡയോക്സൈഡിന്റെ 30.98 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് നോക്കുക. 11/2024 ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തിന് ആനുപാതികമാണ്, പ്രകാശത്തിന്റെ ആവർത്തിക്ക് ആനുപാതികമാണ്, പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്, പ്രകാശത്തിന്റെ വേഗതയ്ക്ക് ആനുപാതികമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റാലിക് സർഫസിൽ എന്താണ് പ്രകാശം പതിച്ചിട്ടുണ്ടെങ്കിൽ ഈ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺ ഇജക്റ്റ് ആവും അല്ലെ. ഇലക്ട്രോൺ എന്ത് വരും? പുറന്തള്ളപ്പെടും, എമിറ്റ് ചെയ്യപ്പെടും. ആ ഒരു പ്രഭാവത്തിനാണ് എന്തെന്ന് പറയാ? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ആൻസർ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റില് സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോൺ എന്ന് പറയുന്നത്, മെറ്റാലിക് സർഫസിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഫോട്ടോൺ എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? പ്രകാശത്തിന്റെ തീവ്രത കൂടുന്ന അനുസരിച്ച് അവിടുത്തെ ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടും. ഓക്കെ, അപ്പൊ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് +1 ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ആറ്റത്തിന്റെ ഘടനയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വരുമ്പോൾ വരുന്നൊരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആദ്യമായിട്ട് പറയുന്നത് മാക്സ്വെൽ ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് മാക്സ്വെൽ ആണെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. വിശദീകരണം നൽകിയത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഓക്കെ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അദ്ദേഹം പ്ലാങ്ക് ക്വാണ്ടം തിയറി ഒക്കെ വെച്ചിട്ടാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിനുള്ള എക്സ്പ്ലനേഷൻ നൽകിയത്. ഓക്കെ,
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. അക്വാറീജിയ ഏതിന്റെ ഒരു മിശ്രിതമാണ്? അല്ലെ, നമ്മുടെ ടോപ്പിക്കിൽ അല്ലെങ്കിൽ നമ്മുടെ സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ് അക്വാറീജിയ എന്ന് പറയുന്നത്. അപ്പൊ അക്വാറീജിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? രാജകീയ ദ്രവം എന്നറിയപ്പെടുന്നതാണ് അക്വാറീജിയ. അപ്പൊ ഈ അക്വാറീജിയ ഏതിന്റെയൊക്കെ മിശ്രിതമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും മിശ്രിതമാണ് അക്വാറീജിയ എന്ന് പറയുന്നത്. അതായത് 3:1 റേഷ്യോയിലായിരിക്കും. ഹൈഡ്രോക്ലോറിക് ആസിഡ് 3യും അതുപോലെ തന്നെ നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് അതിന് അനുപാതികമായി 1 എന്നുള്ള റേഷ്യോയിലുമായിരിക്കും ഏത് പറയാ അക്വാറീജിയ വരിക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, അക്വാറീജിയ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് PSCയുടെ. വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ അല്ലെ. അക്വാറീജിയയുടെ റേഷ്യോയും അതുപോലെ തന്നെ ഏതിന്റെയൊക്കെ മിശ്രിതമാണ് അക്വാറീജിയ എന്ന് മാത്രം ഇതിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ നിങ്ങൾ സിലബസ് എടുത്ത് പഠിക്കുമ്പോൾ ഇങ്ങനെ ഷുവറായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന വളരെ ചെറിയ ടോപ്പിക്കുകൾ ഇഷ്ടംപടിയുണ്ട്. അത് ആദ്യമേ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഡാഷ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വാഷിംഗ് സോഡ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വാഷിംഗ് സോഡ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലക്കുകാരമാണ് അല്ലെ. അപ്പൊ ഈ അലക്കുകാരത്തിന്റെ രാസസൂത്രം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഏതാണ് അലക്കുകാരം? അലക്കുകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Na2CO3 അല്ലെ. Na2CO3 10H2O ആണ് ഏതെന്ന് പറയുന്നത്? അലക്കുകാരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏതാണ്? അപ്പക്കാരമാണ് അല്ലെ. അപ്പക്കാരമാണെങ്കിൽ ഇവിടെ ഏതായിരിക്കും? NaHCO3 ആയിരിക്കും. അപ്പക്കാരമാണെങ്കിൽ NaHCO3 ആയിരിക്കും. ഓക്കെ, അപ്പൊ മാറിപ്പോകരുത്. അലക്കുകാരം Na2CO3യും അതുപോലെ തന്നെ അപ്പക്കാരം എന്ന് പറയുന്നത് NaHCO3 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് ഏത് മൂലകത്തിന്റെ രൂപാന്തരത്തിന്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഏതോ ഒരു മൂലകത്തിന്റെ രൂപാന്തരത്തിന് എന്താണ്? ഇരുട്ടില് തിളങ്ങാനുള്ള കഴിവുണ്ട് അല്ലെ. അപ്പൊ അത് ഏത് മൂലകത്തിന്റെയാണ്? നമുക്കറിയാം ഫോസ്ഫറസ്. വെളുത്ത ഫോസ്ഫറസിനാണ് ഇരുട്ടില് അല്ലെ ഫോട്ടോലുമിനസ് എന്ന് പറഞ്ഞ പ്രഭാവം, അതായത് ഇരുട്ടില് തിളങ്ങാൻ കഴിവുള്ളത് ഏതിനാണ്? ഫോസ്ഫറസിന്റെ വെളുത്ത ഫോസ്ഫറസ് എന്നിട്ടുള്ള രൂപാന്തരമാണ്. ഈ തീപ്പെട്ടിയിലൊക്കെ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, തീപ്പെട്ടിയുടെ സൈഡിലൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? ചുവന്ന ഫോസ്ഫറസ് ആണ്. ഏതാണ്? ചുവന്ന ഫോസ്ഫറസ് ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ രൂപാന്തരം എന്ന് പറഞ്ഞ പദം എന്താണ്? നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്നത് ഏതായിരിക്കും? കാർബൺ ആയിരിക്കും അല്ലെ. കാർബണിന്റെ പല രൂപാന്തരങ്ങളായിട്ടുള്ള ഏതറിയാം? വജ്രം അറിയാം, ഗ്രാഫൈറ്റ് അറിയാം, ഗ്രാഫീൻ അറിയാം. ഇനി കാർബൺ 2 ടൈപ്പ് രൂപാന്തരങ്ങളുണ്ട്. അമോർഫസ് രൂപാന്തരങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? ക്രിസ്റ്റലൈൻ രൂപാന്തരവും ഉണ്ട്. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവയ്ക്കും എന്തുണ്ട്? രൂപാന്തരങ്ങളുണ്ട്. ഫോസ്ഫറസിനാണെങ്കിൽ എന്തുണ്ട്? ചുവന്ന ഫോസ്ഫറസ്, വെളുത്ത ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ് എന്ന് തുടങ്ങിയിട്ടുള്ള രൂപാന്തരങ്ങളുണ്ട്. അതുപോലെ തന്നെ സൾഫറിനാണെങ്കിൽ റോംബിക് സൾഫർ, മോണോക്ലിനിക് സൾഫർ എന്ന് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രൂപാന്തരങ്ങളുണ്ട്. അപ്പൊ ഇതും നമ്മുടെ സിലബസിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് രൂപാന്തരങ്ങൾ എന്നുള്ളത്. കൂടുതലായിട്ടും കാർബണിന്റെ ആണ് കണ്ടുവരുന്നതെങ്കിലും ഇപ്പൊ എന്താണ്? മാറി മാറി ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂലകങ്ങളുടെയും രൂപാന്തരങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡ് ആയിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൂയിസ് സിദ്ധാന്ത പ്രകാരം നമ്മുടെ ആസിഡും ബേസും ആൽക്കലികളിലും പഠിക്കുന്ന ഒരു തിയറിയാണ് ഏതെന്ന് പറയുന്നത്? ലൂയിസ് സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ ഈ ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡ് ആയിട്ടുള്ളതിൽ ഇതിലേതാണ്? BF3 ആണ്. ഏതാണ്? BF3 ആണ്. അപ്പൊ എന്താണ് ലൂയിസ് സിദ്ധാന്തം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലൂയിസ് സിദ്ധാന്തം അനുസരിച്ച് പറയുന്നത് ഇലക്ട്രോൺ ജോഡികളെ സ്വീകരിക്കുന്നത്, ഇവിടെ ശ്രദ്ധിക്കണേ, ഇലക്ട്രോൺ ജോഡികളെ സ്വീകരിക്കുന്നതാണ് ആസിഡ്. ഇലക്ട്രോൺ ജോഡികളെ സ്വീകരിക്കുന്നത് ആസിഡും അതുപോലെ തന്നെ ഇലക്ട്രോൺ ജോഡികളെ വിട്ടുകൊടുക്കുന്നവര് ബേസും ആണെന്നാണ് പറയുന്നത്. ഇലക്ട്രോൺ ജോഡികളെ വിട്ടുകൊടുക്കുന്നവര് ബേസും ഇലക്ട്രോൺ ജോഡികളെ സ്വീകരിക്കുന്നവയാണ് എന്തെന്ന് പറയാ? ആസിഡ് എന്നും പറയാ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളവയിൽ വെച്ച് BF3 എന്താണ് ചെയ്യുക? ഇലക്ട്രോൺ ജോഡികളെ, അതുമായിട്ട് ബന്ധത്തിൽ ഇരിക്കുന്നവയിൽ നിന്ന് ഇലക്ട്രോൺ ജോഡികളെ സ്വീകരിച്ചിട്ട്
അവ തമ്മിൽ എന്ത് ഫോം ചെയ്യും? ഒരു കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ആസിഡ് ബേസ് തിയറിയിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള 3 തിയറികളുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഏതാണ്? അറീനിയസ് സിദ്ധാന്തമാണ്. ഏതാണ്? അറീനിയസ് സിദ്ധാന്തം. ഈ അറീനിയസ് സിദ്ധാന്തത്തിൽ പറയുന്നത് എന്താണ്? ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലത്തിൽ ലയിക്കുമ്പോൾ H+ അയോണിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളവയും, ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലത്തിൽ ലയിക്കുമ്പോൾ OH- അയോണിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളവയുമാണെന്നാണ് അറീനിയസ് സിദ്ധാന്തം അനുസരിച്ച് ആസിഡിന്റെയും ബേസിന്റെയും ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത ഒരു സിദ്ധാന്തമാണ് ബ്രോൺസ്റ്റഡ് ലൗറി സിദ്ധാന്തം എന്ന് പറയും. എന്താണ്? ബ്രോൺസ്റ്റഡ് ലൗറി സിദ്ധാന്തം എന്ന് പറയും. ഇതനുസരിച്ച് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടോൺ ഡോണേഴ്സ് ആണ്. ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടോൺ ഡോണേഴ്സിനെയാണ് ആസിഡ് എന്ന് പറയുന്നത്. ഇനി ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടോൺ ആക്സെപ്റ്റേഴ്സിനാണ് കേട്ടോ. പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നവരെയാണ് എന്തെന്ന് പറയാ? ബേസ് എന്ന് പറയുക. ഇനി മൂന്നാമത്തെ സിദ്ധാന്തമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ലൂയിസ് സിദ്ധാന്തം. ലൂയിസ് സിദ്ധാന്തം അനുസരിച്ച് നേരെ തിരിച്ചാണ് പറയുന്നത്. ലൂയിസ് സിദ്ധാന്തം അനുസരിച്ച് അവിടെ ഇലക്ട്രോൺ ജോഡികളെ സ്വീകരിക്കുന്നവയെ, ശ്രദ്ധിക്കണം, ഇലക്ട്രോൺ ജോഡികളെ സ്വീകരിക്കുന്നവയെ ആസിഡ് എന്നും ഇലക്ട്രോൺ ജോഡികളെ വിട്ടുകൊടുക്കുന്നവയെ ബേസ് എന്നുമാണ് പറയുന്നത്. അപ്പൊ ആസിഡ് ബേസ് തിയറി, ഈ 3 തിയറികളും ഇമ്പോർട്ടന്റ് ആണ്, മാറി മാറി ചോദിക്കും. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ആധുനിക സിദ്ധാന്തം അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ അറിയപ്പെടുന്നത് എന്തെന്നാണ്? ഓർബിറ്റൽ എന്നാണ്. എന്താണ്? ഓപ്ഷൻ ബി, ഓർബിറ്റൽ എന്നാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓർബിറ്റ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആർക്കും മാറിപ്പോകരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആധുനിക സിദ്ധാന്തം അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഓർബിറ്റ് എന്നുള്ള പദം എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഓർബിറ്റ് എന്നുള്ള പദം യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആറ്റം മോഡൽ പഠിക്കൂ അല്ലെ. ആറ്റം മോഡൽ പഠിക്കുമ്പോൾ ആദ്യത്തെ ആറ്റം മോഡൽ പ്ലം പുഡിംഗ് ആറ്റം മോഡലാണ്. അതിനുശേഷം നമ്മൾ റുദർഫോർഡിന്റെ ആറ്റം മോഡൽ പഠിക്കും. അപ്പൊ റുദർഫോർഡിന്റെ ആറ്റം മോഡൽ എന്തെന്നറിയപ്പെടും? പ്ലാനിറ്ററി മോഡൽ എന്നറിയപ്പെടും. പ്ലാനിറ്ററി മോഡൽ അല്ലെങ്കിൽ എന്താണ്? സൗരയൂഥ മാതൃക എന്ന് പറയും. എന്താണ്? സൗരയൂഥ മാതൃക എന്ന് പറയും. അപ്പൊ അതിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസില് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അതിന് ചുറ്റുമായിട്ട് എന്താണ്? ഇലക്ട്രോണ് ഒരു നിശ്ചിത പാതയിൽ കൂടി റിവോൾവ് ചെയ്യുന്നുണ്ട്. ആ പാതയ്ക്കാണ് എന്തെന്ന് പറയുക? ഓർബിറ്റ് എന്ന് പറയുക. റുദർഫോർഡിന്റെ ആറ്റം മോഡൽ അനുസരിച്ച് ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന, അല്ലെങ്കിൽ എന്താണ്, ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ സഞ്ചരിക്കുന്ന ആ പാതേനെയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ റുദർഫോർഡിന്റെ അതേ മാതൃക വെച്ചിട്ട് തന്നെയാണ് ബോർ ആറ്റം മോഡൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ബോർ ആറ്റം മോഡലിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു പാതയ്ക്ക് എന്തുണ്ട്? ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എനർജി ലെവൽ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ്, ഒരു നിശ്ചിത ഊർജ നിലയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ നിശ്ചിത ഊർജ നിലയുള്ള പാതേനെയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക, ഓർബിറ്റൽ എന്നുള്ളതാണ്. അപ്പൊ ഈ ഓർബിറ്റൽ എന്നുള്ള കാര്യം കടന്നു വരുന്നത് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ക്വാണ്ടം ആറ്റം മാതൃക ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ക്വാണ്ടം ആറ്റം മാതൃക ബേസ് ചെയ്തിട്ടാണ് ഈ ഓർബിറ്റൽ എന്ന് പറയുന്ന ടേം പറയുന്നത്. അതായത് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട് ഹെയ്സൻബെർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ എന്താണ്, അനിശ്ചിതത്വ സിദ്ധാന്തം എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഈ അനിശ്ചിതത്വ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ എക്സാക്റ്റ് പൊസിഷനും മൊമെന്റവും ഒരേ സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഇറർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ പറയുന്നുണ്ട് എക്സാക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത് സൈമൾട്ടേനിയസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഏതിലാണ്? ഈ ഒരു ബോർ ആറ്റം മോഡല് ആ ഒരു ഹെയ്സൻബെർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അനിശ്ചിതത്വ സിദ്ധാന്തം എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നില്ല. അങ്ങനെ ആ ഒരു ഡ്രോബാക്ക് പരിഹരിക്കാനായിട്ട്
പിന്നീട് വന്ന ഒരു ആറ്റം മാതൃകയാണ് ക്വാണ്ടം ആറ്റം മാതൃക എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വാണ്ടം ആറ്റം മാതൃക അനുസരിച്ച് നമുക്ക് ഈ ഒരു ഓർബിറ്റ് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല. മറിച്ച് ഇലക്ട്രോണുകൾ കാണപ്പെടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള മേഖല ഏതാണെന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖല, ആ ഒരു മേഖലേനെയാണ് ക്വാണ്ടം ആറ്റോമിക് മോഡൽ അനുസരിച്ച് ഓർബിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓർബിറ്റും ഓർബിറ്റലും ഒരിക്കലും മാറിപ്പോകരുത്. ഓർബിറ്റൽ എന്ന് പറയുന്നത് ക്വാണ്ടം ആറ്റം മാതൃക അല്ലെങ്കിൽ എന്താണ് ആധുനിക സിദ്ധാന്തം, ആധുനിക ആറ്റം മാതൃകയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യവും, ഓർബിറ്റ് എന്ന് പറയുന്നത് റുദർഫോർഡിന്റെ മാതൃകയിലും അതുപോലെ തന്നെ ബോർ ആറ്റം മാതൃകയിലും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യവുമാണ് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. പ്രകാശ വൈദ്യുതി പ്രഭാവവുമായി ചേരാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു അല്ലെ. ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ 244/2023 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ലോഹ ഉപരിതലത്തിൽ പതിക്കുന്ന ഫോട്ടോണുകളുടെ ഊർജം തരംഗ ദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തത്, ലോഹ ഉപരിതലത്തിൽ പതിക്കുന്ന പ്രകാശത്തിന്റെ തീവ്രത ഫോട്ടോണുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. മൂന്നാമത്തത്, പ്രകാശ വൈദ്യുതി പ്രവാഹം പ്രകാശ തീവ്രതയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്നു. നാലാമത്തത്, ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജം പ്രകാശ തീവ്രതയ്ക്ക് വിപരീത അനുപാതത്തിലാണെന്നും പറഞ്ഞു. അപ്പൊ ഇവിടെ കുറെ അനുപാതം പറഞ്ഞിട്ടുണ്ട്. ഇതിലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് ചേരാത്ത തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജം പ്രകാശ തീവ്രതയ്ക്ക് വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്നതാണ് ഇവിടെ ചേരാത്ത പ്രസ്താവന. അപ്പൊ ആദ്യത്തെ നോക്കുക, ലോഹോപരിതലത്തിൽ പതിക്കുന്ന ഫോട്ടോണുകളുടെ ഊർജം തരംഗ ദൈർഘ്യത്തിന്റെ വിപരീത അനുപാതത്തിലായിരിക്കും അല്ലെ. അതായത് എനർജിയുടെ ഇക്വേഷൻ അനുസരിച്ച് E = h/c/λ എന്നാണ് പറയുക. ഇതിലെ ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തരംഗ ദൈർഘ്യമാണ് അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് എന്താണ്? വിപരീത അനുപാതത്തിലായിരിക്കും അല്ലെ. ഇവിടെ ഈ ഊർജവുമായിട്ട് വിപരീത അനുപാതത്തിലായിരിക്കും, അതുകൊണ്ടാണ് അത് ഡിനോമിനേറ്ററിൽ വന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. ഇനി രണ്ടാമത്തെ നോക്കുക, ലോഹോപരിതലത്തിൽ പതിക്കുന്ന പ്രകാശത്തിന്റെ തീവ്രത ഫോട്ടോണുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതും എന്താണ്? കറക്റ്റ് ആണ് അല്ലെ. തീവ്രതയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ എന്താണ്? ഫോട്ടോണുകളുടെ എണ്ണവും തീവ്രതയുമായിട്ട് നേർ അനുപാതത്തിലാണ്. ഇനി അടുത്തത് നോക്കുക, പ്രകാശ വൈദ്യുതി പ്രവാഹം പ്രകാശ തീവ്രതയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പ്രകാശ വൈദ്യുതി പ്രവാഹം എന്ന് പറയുന്നത് പ്രകാശ തീവ്രത കൂടുന്നതിനനുസരിച്ച് ഈ ഒരു പ്രകാശ വൈദ്യുതി പ്രഭാവം എന്തായിരിക്കും? കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? നേർ അനുപാതത്തിലായിരിക്കും. ഇനി നോക്കുക, നാലാമത്തെ ഓപ്ഷൻ, ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജം പ്രകാശ തീവ്രതയ്ക്ക് വിപരീത അനുപാതത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജം എന്ന് പറയുന്നത് ഈ പ്രകാശ തീവ്രതയുമായിട്ട് ഇൻഡിപെൻഡന്റ് ആണ്. എന്ന് വെച്ചാൽ പ്രകാശ തീവ്രത കൂടിയാലും കുറഞ്ഞാലും ഇവിടെ ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവയ്ക്ക് കൂടുതലോ കുറയലോ എന്ത് സംഭവിച്ചാലും അതിന്റെ ഗതികോർജത്തിന് അതിന്റെ പേരിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല, ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്താവനയാണ് ഇവിടെ യോജിക്കാത്തത്. ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജം എന്ന് പറയുന്നത് പ്രകാശ തീവ്രതയ്ക്ക് വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ശുദ്ധജലത്തിന്റെ pH മൂല്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ആസിഡും ബേസും ആൽക്കലിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് pH വാല്യൂ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ A ആണ്. 7 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്കറിയാം, നമ്മൾ pH വാല്യൂ എടുക്കുകയാണെങ്കിൽ 0 to 14 എടുക്കുകയാണെങ്കിൽ ഇവിടത്തെ 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ് അല്ലെ. അപ്പൊ ശുദ്ധജലം എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. അതുകൊണ്ട് തന്നെ pH വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 7 ആയിരിക്കും. ഇനി 7ൽ കൂടുതലുള്ളവ ആൽക്കലിയും അല്ലെങ്കിൽ എന്താണ്? ബേസും. 7ൽ കുറവുള്ളവ ആസിഡിക് സ്വഭാവവും കാണിക്കുന്നതാണ്.
ഇനി ഇങ്ങോട്ട് നോക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞു ആൽക്കലി ഉണ്ട്, അതുപോലെ തന്നെ ആസിഡും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. 7ൽ കൂടുതലുള്ളത് ബേസിക് അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമുള്ളതും 7ൽ കുറവുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസിഡിക് സ്വഭാവമുള്ളതുമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ 7നോട് ചേർന്നിട്ടുള്ള ബേസിക് ഒക്കെ 7 അല്ലെങ്കിൽ 8 എന്നൊക്കെ പറയുന്നത് വീക്കസ്റ്റ് ആയിട്ടുള്ള ബേസിക് സ്വഭാവമുള്ളവയായിരിക്കും. ഇനി ഈ ഒരു റേഞ്ച് 14ലും 13ലും ഒക്കെ എത്തുമ്പോഴായിരിക്കും അവിടെ സ്ട്രോങ് ബേസുകളായിട്ട് ഉണ്ടാവുക. ഇനി നേരെ തിരിച്ച് 7ൽ നിന്ന് കുറവ് വരുന്ന ആസിഡുകളൊക്കെ 6നും 5നും ഒക്കെ ഇടയിൽ വരുന്ന ആസിഡുകളൊക്കെ എന്തായിരിക്കും? വീക്ക് ആയിട്ടുള്ള ആസിഡുകളായിരിക്കും. മറിച്ച് ഇവിടെ 1ലേക്കൊക്കെ വരുമ്പോഴായിരിക്കും അത് എന്ത് കാണിക്കുക? സ്ട്രോങ് അസിഡിക് സ്വഭാവം കാണിക്കുക. അപ്പൊ ആ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആറ്റത്തിന്റെ സൗരയുധ മാതൃക ആരുടെ സംഭാവനയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സൗരയുധ മാതൃക അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ എന്ന് പറയുന്നത് റുദർഫോർഡിന്റെ ആണ് കേട്ടോ. റുദർഫോർഡിന്റേതാണ്. ഇനി ജോൺ ഡാൾട്ടൺ ആണ് ആറ്റോമിക സിദ്ധാന്തം കൊണ്ടുവരുന്നത്. ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞേതാവ്. ഇനി അടുത്തത് ജെ തോംസൺ ആണെങ്കിൽ ജെ തോംസന്റെ ആണ് പ്ലം പുഡിംഗ് മാതൃക. ഏതാണ്? പ്ലം പുഡിംഗ് മാതൃക. ജെ തോംസന്റേതാണ് പ്ലം പുഡിംഗ് മാതൃക, അല്ലെങ്കിൽ എന്താ പറയും വാട്ടർ മെലൻ മാതൃക എന്നൊക്കെ അറിയപ്പെടുന്നത് ആരുടേതാണ്? ജെ തോംസന്റെ മാതൃകയാണ്. ഓക്കെ. ഇനി അടുത്തത് കലാമിൻ എന്ന് പറയുന്നത് ഏത് ലോഹത്തിന്റെ അയിരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. PSC ചോദിച്ചിട്ടുള്ള അയിരുകളിൽ ഏറ്റവും ചോദിച്ചിട്ടുള്ള ഒരു അയിരായിരിക്കും ഏത് എന്ന് പറയുന്നത്? കലാമിൻ എന്ന് പറയുന്നത്. അപ്പൊ കലാമിൻ എന്ന് പറയുന്നത് ഏതിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ് അല്ലെ. കലാമിൻ എന്ന് പറയുന്നത് സിങ്കിന്റെ അയിരാണ്. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് അയിരും അതിനോട് ബന്ധപ്പെട്ട ധാതുക്കളും ഇനി അത് ഏത് മെറ്റലിന്റെ ആണ് എന്നുള്ള കാര്യം നോക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കലാമിൻ എന്നുള്ളത് ഏത് ലോഹത്തിന്റെ അയിരാണ് എന്നുള്ളത്. അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട അയിരും എപ്പോഴും ചോദിക്കുന്നതാണ്. ഏതാണ്? ബോക്സൈറ്റ് ആണ്. അതുപോലെ തന്നെ അലുമിനിയത്തിന്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടിയാണ് ഈ ഒരു ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് ചോദിച്ചിട്ടുള്ളത് അയേൺ ആണ് അല്ലെ. അയേണിന്റെ പ്രധാനപ്പെട്ട അയിരാണ് ഏത്? ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത്. ഏതാണ്? ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റിന്റെ പ്രത്യേകത എന്താണ്? ഹേമറ്റൈറ്റിൽ നിന്ന് അയേണിനെ വേർതിരിച്ചെടുക്കുന്നത് ഏത് പ്രോസസ്സിൽ കൂടിയാണ്? ബ്ലാസ്റ്റ് ഫർണസിൽ കൂടിയാണ് അല്ലെ. അങ്ങനെ ബ്ലാസ്റ്റ് ഫർണസിൽ കൂടെ കടത്തിവിട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ഫർണസിൽ കൂടെ ഹേമറ്റൈറ്റിൽ നിന്ന് അയേണെ വേർതിരിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന അയേണില് എത്ര ശതമാനം കാർബൺ കണ്ടന്റ് ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ശതമാനമാണ്? 4% കാർബണിന്റെ കണ്ടന്റ് ഉണ്ട്. അങ്ങനെ 4% കാർബണിന്റെ കണ്ടന്റ് ഉള്ള അയോണുകൾ അറിയപ്പെടുന്നത് എന്താണ്? പിഗ് അയൺ എന്നാണ്. എന്താണ്? പിഗ് അയൺ എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മെറ്റലർജിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ മെറ്റലർജി നിങ്ങളൊന്ന് നോക്കിയിരിക്കണം. അതിൽ അയിരെന്താണ്, ധാതുക്കൾ എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാറി മാറി വരുന്നുണ്ട്. അതുകൊണ്ട് മെറ്റലർജി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നോക്കിയിരിക്കുക. ഇനി അടുത്തത് കോപ്പർ. ഏതാണ്? കോപ്പറിന്റെ അയിരാണ് ഏത്? കുപ്രൈറ്റ് അല്ലെ. ഏതാണ്? കുപ്രൈറ്റ് എന്ന് പറയുന്നത് കോപ്പറിന്റെ അയിരാണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അലസവാതകങ്ങളാണ് അല്ലെ. അലസവാതകങ്ങളാണ്. ഈ അലസവാതകങ്ങള് നമുക്കറിയാം ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? 18ാം ഗ്രൂപ്പിലാണ് അല്ലെ ഉൾപ്പെടുന്നത്. ഏറ്റവും അറ്റത്തെ 18ാം ഗ്രൂപ്പിലാണ് ഈ ഒരു ഉത്കൃഷ്ടവാതകങ്ങള് ഉൾപ്പെടുന്നത്. അപ്പൊ നോക്കുക, ഈ ഒരു ടേബിള് നോക്കുക. ഒന്നാമത്തെ ഗ്രൂപ്പ് നമ്പർ 1 മൂലക കുടുംബത്തിന്റെ പേരെന്താണ്? ആൽക്കലി ലോഹങ്ങൾ എന്നുള്ളതാണ്. എന്താണ്? ആൽക്കലി ലോഹങ്ങൾ എന്നുള്ളതാണ്. ഗ്രൂപ്പ് നമ്പർ 2 ആണെങ്കിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. എന്താണ്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ഇനി 3 മുതൽ 12 വരെയുള്ളവയാണ് സംക്രമണ ലോഹങ്ങൾ എന്ന് പറയും. എന്താണ്? സംക്രമണ ലോഹങ്ങൾ. ഇനി 13 ആണെങ്കിൽ ബോറോൺ കുടുംബമാണ്. 14 ആണെങ്കിൽ കാർബൺ കുടുംബമാണ്. 15 ആണെങ്കിൽ നൈട്രജൻ കുടുംബമാണ്. 16 ആണെങ്കിൽ ഓക്സിജൻ കുടുംബം അല്ലെങ്കിൽ
ചാൽക്കജൻസ് എന്ന് പറയും. എന്താണ്? ചാൽക്കജൻസ്. എന്താണ്? ചാൽക്കജൻസ് എന്ന് പറയും. ഇനി 17 ആണെങ്കിൽ ഹാലജനുകളാണ്, 18 ആണെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങളാണ്. അപ്പൊ ഈ ഗ്രൂപ്പുകൾ അറിയണം. ആധുനിക പീരിയോഡിക് ടേബിൾ അനുസരിച്ച് 18 ഗ്രൂപ്പുകളും അതുപോലെ തന്നെ 7 പിരീഡുകളുമാണുള്ളത്. എത്രയാണ്? 7 പിരീഡുമാണുള്ളത്. ഇതിൽ 1ഉം 2ഉം ഗ്രൂപ്പുകളെയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുക. എന്തെന്ന് പറയും? എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയും. ഇനി 3 മുതൽ 12 വരെയുള്ളവയാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയും. 3 മുതൽ 12 വരെയുള്ളവയാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇനി 13 മുതൽ 18 വരെയുള്ളവയാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. ഇനി ഇവിടെ ഒരു എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട് അല്ലെ, അതെവിടെയാ കാണപ്പെടുക? പീരിയോഡിക് ടേബിളില് ഏറ്റവും താഴെയായിട്ട് 2 റോ കാണപ്പെടും. അതാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നിങ്ങൾക്ക് ഓർത്ത് വെക്കണം. ഇതിലെ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അതുപോലെ തന്നെ എസ് ബ്ലോക്ക് എലമെന്റ്സും പി ബ്ലോക്ക് എലമെന്റ്സും കൂടി ചേർന്നിട്ടുള്ള മൂലകങ്ങളെയാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് പീരിയോഡിക് ടേബിളിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തതേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അലോഹത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്സിജന്റെ ഉപയോഗത്തിൽ പെടാത്തതേത്? ഏതൊക്കെയുണ്ട്? ജ്വലനത്തിന്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി, കൃത്രിമ ശ്വാസത്തിന്, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. അപ്പൊ ഏതൊക്കെയാണ് ഇതില് ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്? നമുക്കറിയാം ജ്വലനം എന്ന് പറയുന്നത് ഏതൊരു എലമെന്റും ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ആറ്റവും ആയിക്കോട്ടെ ഓക്സിജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനെയാണ് എന്തെന്ന് പറയാ? ജ്വലനം എന്ന് പറയുന്നത്. ഇനി റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കും അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കൃത്രിമ ശ്വാസത്തിന് ഉപയോഗിക്കും, അതും നമുക്കറിയാവുന്നതാണ്. ഇവിടെ നോക്കുക, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഓക്സിജൻ അല്ല ഉപയോഗിക്കുക, മറിച്ച് ഏതാണ്? ക്ലോറിൻ ആണ് ഉപയോഗിക്കുന്നത്. അവിടെ നടക്കുന്ന പ്രോസസ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണമാണ് എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ ആണ് ബ്ലീച്ചിങ് പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സോ ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഒരിക്കലും എന്ത് ഉപയോഗിക്കുന്നില്ല? ഓക്സിജൻ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്താണ്? ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏത്? ഏതൊക്കെയുണ്ട്? ടാട്രാസിൻ ഉണ്ട്, കാർമോയിസിൻ ഉണ്ട്, ഇൻഡിഗോ കാർമൈൽ ഉണ്ട്, ഫാസ്റ്റ് ഗ്രീൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഈ ഫാസ്റ്റ് ഗ്രീൻ നമുക്ക് ഉറപ്പായിട്ടും വെട്ടാം അല്ലെ. കാരണം എന്താണ്? അത് എന്ത് കളർ ആയിരിക്കും? ഗ്രീൻ കളർ ആയിരിക്കും. ഇനി ഇൻഡിഗോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു നീലയുമായിട്ട് ബന്ധപ്പെട്ട കളർ ആയിരിക്കും. അപ്പൊ അതും നമുക്ക് വെട്ടാം. പിന്നെ ഉള്ളത് ടാട്രാസിനും കാർമോയിസിനുമാണ്. ഇതിൽ ഏത് കളറാ ചോദിച്ചിരിക്കുന്നത്? ചുവപ്പ് കളറാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ്. കാർമോയിസിൻ ആണ് ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാനായിട്ട് ഉപയോഗിക്കുന്നത്. ടാട്രാസിൻ ആണെങ്കിൽ എന്താണ്? യെല്ലോ കളർ അല്ലെങ്കിൽ മഞ്ഞ കളറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ടാട്രാസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം. ഇതൊക്കെ 224/2023 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ബേക്കലൈറ്റ് ഉണ്ട്, മെലാമിൻ ഫോർമാൽഡിഹൈഡ് ഉണ്ട്, പോളിസ്റ്റർ ഉണ്ട്, PVC ഉണ്ട്. അപ്പൊ ഇതിൽ 2 ടൈപ്പ് പ്ലാസ്റ്റിക് ആണ് അല്ലേ ഉള്ളത്. ഒന്നേതാണ്? തെർമോപ്ലാസ്റ്റിക്കും ഉണ്ട്. അടുത്തത് എന്ന് പറയുന്നത് ഏതാണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും ഉണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് PVC ആണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവ വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ പ്ലാസ്റ്റിക്കിനാണ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുക്കുമ്പോൾ കട്ടിയാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് ഏതെന്ന് പറയുന്നത്? തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അല്ലെ. അതിനെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? പഴയ രൂപത്തിലേക്കൊക്കെ മാറ്റാനായിട്ടും റീഫോം ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അതേ സമയത്ത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണെങ്കിൽ അതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റീഫോം ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇവിടെ PVC ആണ്. ഇനി ബേക്കലൈറ്റും മെലാമിൻ ഫോർമാൽഡിഹൈഡും പോളിസ്റ്ററും ഒക്കെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. ഇതിൽ പോളിസ്റ്റർ എന്ന് പറയുന്നത്
രണ്ടും വരാം. അതായത് തെർമോപ്ലാസ്റ്റിക്കും വരാം, തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കും വരാം. ഇതിന്റെ ഘടന അനുസരിച്ച് രണ്ടിലും ഉൾപ്പെടാറുണ്ട്. ആ ഒരു പോളിസ്റ്ററിന്റെ ഘടന അനുസരിച്ച് ഇവിടെ ഓൾറെഡി PVC എന്ന് പറയുന്നത് തെർമോപ്ലാസ്റ്റിക് ഉള്ളത് കൊണ്ട് നമ്മൾ ഏത് സെലക്ട് ചെയ്തു? അത് സെലക്ട് ചെയ്തു. അതേ സമയത്ത് പോളിസ്റ്റർ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് അവിടെ എന്ത് ചൂസ് ചെയ്യാം? തെർമോപ്ലാസ്റ്റിക് ആയിട്ട് പോളിസ്റ്ററും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇനി നോക്കുക, ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. നിങ്ങൾ നോക്കൂ, ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തതിലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഏത് പാർട്ടിൽ നിന്ന് തന്നെയാണ്? ആറ്റം എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് തന്നെയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഷുവർ ആയിട്ടും നോക്കി പോകേണ്ട ഒരു ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. ഇവിടെ ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ ചാർജ് ഇല്ല, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ നെഗറ്റീവ് ചാർജ്. ഇതിലെ ആദ്യം വന്നിരിക്കുന്ന ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് എന്നുള്ളത് ശരിയാണ് അല്ലെ. കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, ഇലക്ട്രോൺ എന്ത് ചാർജ് ആണ്? നെഗറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണിന് ചാർജ് ഇല്ല എന്നുള്ളത് തെറ്റാണ്. കാരണം എന്താണ്? പ്രോട്ടോൺ ഏതാണ് ചാർജ്? പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോൺ നെഗറ്റീവ് ചാർജ് ആണോ? അല്ല, ന്യൂട്രോൺ എന്താണ്? ചാർജ് ഇല്ല. അപ്പൊ ഇതില് ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം. ഓക്കെ, അപ്പൊ ഇത് വളരെ ബേസിക് ആണ്. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ചാർജുമായിട്ട് ബന്ധപ്പെട്ട് ജോഡിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നോക്കുക, ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? വീണ്ടും ചോദിച്ചിരിക്കുന്നു, ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ എന്നുള്ളത്. ഏതിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ അയിരുകളും ധാതുക്കളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. അറ്റ്ലീസ്റ്റ് മെയിൻ ആയിട്ടുള്ള നമ്മൾ ദിവസേനയൊക്കെ പറയുകയും അതുപോലെ യൂസ് ചെയ്യുകയും ചെയ്യുന്ന മെറ്റൽസിന്റെ അയിരുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആര്? പീരിയോഡിക് ടേബിളിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. മൂലകങ്ങളും അവയുടെ വർഗീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആര്? ആരാണ്? അഷ്ടക നിയമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒക്ടറ്റ് റൂൾ എന്നറിയപ്പെടും. എന്താണ് ഒക്ടറ്റ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സംഗീതത്തില് സ രി ഗ മ പ ദ നി സ അല്ലെ. അതായത് ഇതിന് ശേഷം വീണ്ടും ഈ സ എന്നുള്ള ലെറ്റർ ആവർത്തിക്കുന്നത് പോലെ തന്നെ ഈ ഒരു മൂലകങ്ങളെ അവയുടെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തില് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ 1ാമത്തെയും 8ാമത്തെയും മൂലകം ഏകദേശം ഒരേ നേച്ചർ കാണിക്കും. അല്ലെങ്കിൽ 8ാമത്തെ മൂലകം എന്ന് പറയുന്നത് 1ാമത്തെ മൂലകത്തിന്റെ സ്വഭാവ സവിശേഷതകൾ കാണിക്കും എന്ന് പറയുന്ന നിയമമാണ് ഒക്ടറ്റ് നിയമം അല്ലെങ്കിൽ അഷ്ടക നിയമം എന്ന് പറയുന്നത്. അത് ആരുടേതാണ്? അത് ന്യൂലാൻഡ്സിന്റേതാണ്. ആരുടേതാണ്? ജോൺ ന്യൂലാൻഡ്സിന്റേതാണ്. ഇനി അടുത്തത് മെൻഡലീഫിന്റെ ആണ് പീരിയോഡിക് ടേബിൾ അല്ലെ. ആറ്റോമിക മാസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഒരു പീരിയോഡിക് ടേബിളിന്റെ സ്ട്രക്ചർ കൊണ്ടുവരുന്നത് ആരാണ്? മെൻഡലീവ് ആണ്. അതുകൊണ്ട് തന്നെ മെൻഡലീവിനെ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്ന് പറയുന്നു. ഇനി അടുത്തത് ആരാണ്? മോസ്ലി ആണ് അല്ലെ. മോസ്ലി ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ഹെൻറി മോസ്ലി ആണ്. അപ്പൊ അദ്ദേഹം എന്താണ് ചെയ്തത്? ആറ്റോമിക നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ മൂലകങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതോടുകൂടെ നമ്മൾ ഈ ആറ്റോമിക മാസുമായിട്ട് മെൻഡലീഫ് നടത്തിയ പീരിയോഡിക് ടേബിളിൽ വന്ന അപാകതകളൊക്കെ പരിഹരിക്കാനായിട്ട് ഇവിടെ ഈ മോഡേൺ പീരിയോഡിക് ടേബിളിന് സാധിക്കുന്നുണ്ട്. ഇനി ഡോബറൈനർ എന്താണ് ചെയ്തത്? ഡോബറൈനർ ചെയ്തത് നമുക്കറിയാം, ഈ മൂലകങ്ങളിലെ ഒരു ഗ്രൂപ്പ് ഏകദേശം സമാന ഗുണമുള്ള മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തില് ഒരു ഗ്രൂപ്പിലാക്കുമ്പോൾ ആദ്യത്തെയും അവസാനത്തെയും മൂലകങ്ങളുടെ ആറ്റോമിക മാസിന്റെ ശരാശരി ആയിരിക്കും ഈ നടുക്ക് വരുന്ന മൂലകത്തിന്റെ ആറ്റോമിക മാസ് എന്ന് പറഞ്ഞ ഏതാണ്? ട്രയാഡ്സ് അല്ലെങ്കിൽ ത്രികങ്ങൾ എന്നറിയപ്പെടുന്ന ആ ഒരു ലോ കൊണ്ടുവന്നത് ആരാണ്? ഡോബറൈനർ ആണ്. അതിനു മുമ്പ് ഏറ്റവും ആദ്യം മൂലകങ്ങളെ ആദ്യമായിട്ട് ലോഹങ്ങളും അലോഹങ്ങളുമായിട്ട് വേർതിരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോക്സിയ ആണ്. ആരാണ്? ലാവോക്സിയ ആണ്. അപ്പൊ അദ്ദേഹത്തിന് അന്ന് ഉപലോഹങ്ങളെ വേർതിരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതാണ് അവിടുത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക. മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്.
ഇനി നോക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ, ജലത്തിലെ ഘടകമൂലകങ്ങൾ. വളരെ സിമ്പിൾ ആണ് അല്ലെ? ജലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? H2O ആണ് ജലം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജലത്തിന്റെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാ? ഇവിടെ ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. സോ ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും, ഹൈഡ്രജനും ഓക്സിജനും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക, ഒരു ജല തന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ആറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ആറ്റോമിക മാസാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ഹൈഡ്രജന്റെ ആറ്റോമിക മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ഹൈഡ്രജന്റെ ആറ്റോമിക മാസ് 1 ആണ്. ഒരു ഹൈഡ്രജന്റെ 1 ആണ്. സോ 2 ഹൈഡ്രജന്റെ ആകുമ്പോൾ ഇവിടെ എത്രയാകും? 2 ആകും അല്ലെ? 2 ഹൈഡ്രജന്റെ ആകുമ്പോൾ 2 ആകും. ഇനി ഓക്സിജൻ, ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. അപ്പൊ 2:16 എന്ന് വരും. അപ്പൊ നമുക്കറിയാം അല്ലെ, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടത്തെ ആൻസർ എന്ന് പറയുന്നത് 1:8 എന്ന് വരും. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? 1:8 ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ജല തന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ആറ്റോമിക മാസിന്റെ അനുപാതമാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവയുടെ എണ്ണമാണെങ്കിൽ H2O ആണ് അല്ലെ? അതായത് ഹൈഡ്രജൻ 2ഉം അതുപോലെ ഓക്സിജൻ 1ഉം ആയിരിക്കും. 2:1 എന്നുള്ള അനുപാതത്തിലായിരിക്കും. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് രണ്ടും മാറിപ്പോകരുത്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി തന്നെയാണ് കേട്ടോ. 1:8 ആണ്. ഓപ്ഷൻ ബി ആണ്, 1:8 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? നമുക്കറിയാവുന്നതാണ് പഞ്ചസാരയിൽ ഏതൊക്കെ ഘടകമൂലകങ്ങൾ ഉണ്ട്. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ പഞ്ചസാര അല്ലെ, C12 H22 O11 ആണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെയായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? കാർബണും ഹൈഡ്രജനും ഓക്സിജനും ആയിരിക്കും പഞ്ചസാരയുടെ ഘടകമൂലകങ്ങള്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക, പരസ്പരം ബന്ധമില്ലാത്തത് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതില് സോഡിയം എന്ന് പറയുന്നത് ആൽക്കലി ലോഹമാണെന്നും കാൽസ്യം എന്ന് പറയുന്നത് സംക്രമണ ലോഹമാണെന്നും അലുമിനിയം എന്ന് പറയുന്നത് ബോറോൺ കുടുംബമാണെന്നും ക്ലോറിൻ എന്ന് പറയുന്നത് ഉത്കൃഷ്ടവാതകമാണെന്നും തന്നിരിക്കുന്നു. അപ്പൊ ഇതില് തെറ്റായിട്ടുള്ള ജോഡി ഏതാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക, സോഡിയം. നമുക്കറിയാം സോഡിയം എന്ന് പറയുന്നത് 1ാം ഗ്രൂപ്പ് എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ആൽക്കലി ലോഹമാണ്. അത് ശരിയായിട്ടുള്ള ജോഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, കാൽസ്യം എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, സംക്രമണ ലോഹമല്ല അല്ലെ? അത് 2ാം ഗ്രൂപ്പ് എലമെന്റ് ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്? ആൽക്കലി എർത്ത് ലോഹമാണ്. ഇനി അലുമിനിയം എന്ന് പറയുന്നത് 13ാം ഗ്രൂപ്പ് എലമെന്റ് ആണ്. 13ാം ഗ്രൂപ്പിന്റെ കുടുംബത്തിന്റെ പേരെന്താണ്? ബോറോൺ കുടുംബം അല്ലെങ്കിൽ ബോറോൺ ഫാമിലി എന്നാണ്. സോ ഇതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി ക്ലോറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്കൃഷ്ടവാതകമാണോ? അല്ല. ക്ലോറിൻ എന്താണ്? ഹാലജൻ ആണ്. അതായത് 17ാം ഗ്രൂപ്പ് എലമെന്റ് ആണ്. അപ്പൊ ഇതില് തെറ്റായ ജോഡികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? 2ഉം 4ഉം. കാൽസ്യം എന്ന് പറയുന്നത് 2ാം ഗ്രൂപ്പ് എലമെന്റും ക്ലോറിൻ എന്ന് പറയുന്നത് 17ാം ഗ്രൂപ്പ് എലമെന്റുമാണ്. അപ്പൊ ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ള ജോഡികൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, വീണ്ടും ആറ്റോമിക് സ്ട്രക്ചറും അല്ലെങ്കിൽ ആറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ഇനി നമുക്കറിയാം അല്ലെ, ആരൊക്കെയാണ് എന്തൊക്കെയാണ് കണ്ടെത്തിയത് എന്നുള്ള കാര്യങ്ങൾ അറിയാം. പ്രോട്ടോൺ ആണെങ്കിൽ ആരാണ്? റുദർഫോർഡ് ആണ്. പ്രോട്ടോൺ ആണെങ്കിൽ റുദർഫോർഡ് ആണ്. ഇലക്ട്രോൺ ആണെങ്കിൽ ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ ആണെങ്കിൽ ജെ തോംസൺ ആണ്. ന്യൂട്രോൺ ആണെങ്കിൽ ചാഡ്വിക് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അയിരുകളും ധാതുക്കളും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഈ 2 സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതില് ധാതു എന്താണ്, അയിര് എന്താണ് എന്നറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ധാതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ലോഹം അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളെല്ലാം അതിന്റെ എന്താണ്? ധാതുക്കളാണ് അല്ലെ? ആ ധാതുക്കളില് വളരെ ചെലവ് കുറഞ്ഞും ഈസി ആയിട്ടും അതുപോലെ
തന്നെ ധാരാളം ലോഹ കണ്ടന്റുമുള്ള ധാതുക്കളെയാണ് എന്തെന്ന് പറയുക, അയിരുകള് എന്ന് പറയുക. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ അയിരുകളും ധാതുക്കളാണ്, അത് ശരിയാണ്. ഇനി എല്ലാ ധാതുക്കളും അയിരുകളല്ല, അതായത് നമ്മൾ പറഞ്ഞ എല്ലാ ലോഹ കോമ്പൗണ്ടുകളെയും നമ്മൾ എന്തായിട്ട് പരിഗണിക്കില്ല, അയിരുകളായിട്ട് പരിഗണിക്കില്ല. മറിച്ച് അതില് ഈസി ആയിട്ടും ചെലവ് കുറഞ്ഞ രീതിയിലും അതുപോലെ തന്നെ ധാരാളം ലോഹത്തിന്റെ കണ്ടന്റ് അടങ്ങിയവയെ മാത്രമാണ് എന്തായിട്ട് പരിഗണിക്കുകയുള്ളൂ, അയിരുകളായിട്ട് പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ധാതുക്കളും അയിരുകളല്ല എന്ന് പറയുന്നത്. സോ ഈ 1ഉം 2ഉം പ്രസ്താവന കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നോക്കുക, ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടുകൂടെ കത്തുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് ഏതാണ് വാതകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശബ്ദത്തോടുകൂടെ കത്തുന്നത് അല്ലെ, പോപ്പ് സൗണ്ട് വെച്ച് കത്തുന്ന വാതകം ഏതായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഹൈഡ്രജൻ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്ന മൂലകങ്ങളുടെ വർഗീകരണത്തെ പറ്റിയുള്ള എല്ലാം തന്നിട്ടുണ്ട്. ത്രികങ്ങൾ അല്ലെങ്കിൽ എന്താണ്, ട്രയാഡ്സ് എന്ന് പറയുന്നത് ആരുടേതാണ്? ഡോബറൈനറുടേതാണ് അല്ലെ. ഇനി അഷ്ടകങ്ങളാണെങ്കിൽ ആരുടേതാണ്? ന്യൂലാൻഡ്സിന്റേതാണ്. ഇനി ആറ്റോമിക ഭാരം അടിസ്ഥാനമാക്കി പീരിയോഡിക് ടേബിൾ ആരുടേതാണ്? മെൻഡലീഫിന്റേതാണ്. അതേ സമയത്ത് ആറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയുള്ള പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് മോസ്ലിയുടേതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇത് മാച്ച് ചെയ്യേണ്ടത്. ഇതനുസരിച്ചിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ, അതായത് ഏതാ പറഞ്ഞിരിക്കുന്നത്? ത്രികങ്ങള് ഡോബറൈനർ 1, 4 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം നോക്കിയത് 2023-24 കെമിസ്ട്രിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയാൽ ഒരു കാര്യം നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന മേഖല ആറ്റം, പീരിയോഡിക് ടേബിൾ, അയിരുകളും ധാതുക്കളും അല്ലെ, അതുപോലെ തന്നെ അക്വാ റീജിയ, ഇങ്ങനെയുള്ള ടോപ്പിക്കിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ +1 ടോപ്പിക് ആയിട്ടുള്ള ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ഇത്രയുമെങ്കിലും പോർഷൻസ് നിങ്ങൾ കെമിസ്ട്രിയിൽ നിന്ന് പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രിയിലെ മിനിമം മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി ആദ്യമേ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എഴുതാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ LDC പരീക്ഷയ്ക്ക് മുമ്പാകെ നിങ്ങളുടെ നിലവാരം എത്രയാണെന്ന് അല്ലെങ്കിൽ എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് നൽകിയിട്ട് നമ്മുടെ മോക്ക് ടെസ്റ്റിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.